ഹലോ, അസ്സാം വലൈക്കും. എന്താണ് വിശേഷങ്ങൾ? ഇന്ന് ഇന്ന് ഞാനുള്ളത് ഷാർജയിലെ അൽദെയ്ദ് മ്യൂസിയത്തിലാട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഷാർജ അൽദെയ്ദ് മ്യൂസിയത്തിൽ നിന്ന്. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒട്ടകങ്ങളാട്ടോ ഇവിടെ മെയിനായിട്ട് കാര്യമായിട്ടുള്ളത്. ഒട്ടകത്തിൻ്റെ ശരിക്കും കണ്ട ഒട്ടകം തന്നെ കേട്ടോ. ഇതെന്തോ ഒരു വെള്ളത്തിൻ്റെ ഇതാട്ടോ. എന്തോ പുരാതന കാലത്ത് എന്തോ ഉപയോഗിച്ചെന്തോ ആണെന്ന് തോന്നുന്നു. വെള്ളം എടുത്തതെങ്ങാനാണോ? പണ്ടത്തെ മറ്റതില്ലേ, മറ്റേ നോമ്പിനൊക്കെ ബാങ്ക് കൊടുക്കുന്നൊക്കെ അറിയിക്കുന്ന വെടിവെക്കുന്ന ഇതില്ലേ, സ്റ്റോൺ ടവർ. നമ്മളെ പണ്ടത്തെ എന്താ അതിൻ്റെ പേര്, ഗ്യാസ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഇട്ട കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പുരാതന കാലത്തുള്ള വേറെ പണ്ടത്തെ ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള തന്നെ കേട്ടോ. പണ്ടത്തെ ചെമ്പ്, മറ്റേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ വിറകൊക്കെ ഉണ്ട്. ഇതാ ഗ്യാസ് ലൈറ്റ്. ഇതൊക്കെ എന്തോ ഒരു എന്താന്നൊക്കെ ആർക്കറിയാം. നമ്മളെ മണ്ണിൻ്റെ ഇതില്ലേ, പാസ്റ്റൺ റൂയിൻസ്. ഒട്ടകങ്ങൾ തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ലൈറ്റ്, നമ്മളെ പണ്ട് കാലത്തുള്ള ലൈറ്റ് ഉണ്ടല്ലോ, ഗ്യാസ് ലൈറ്റ് എന്നൊക്കെ പറയണേ. ഒട്ടകങ്ങളെ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വിറക് കൊണ്ടുവരുന്ന ഒട്ടകങ്ങളാട്ടോ. വിറക് കെട്ടിയിട്ട് കൊണ്ടുവന്നതിൻ്റെ ചിത്രമാണത് കാണുന്നത്. ഒട്ടകം, വിറകും സാധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുവരുന്നത്. ശരിക്കും കണ്ടാൽ ഒറിജിനലിനെ വെല്ലുന്ന ഒട്ടകാട്ടോ അതൊക്കെ. ഒറിജിനൽ കണ്ടാൽ ഒറിജിനൽ എന്നാന്ന് തോന്നുന്നു. നമ്മളെ ഇത് പുല്ലല്ല കേട്ടോ, വേറെന്തോ കമ്പിൻ്റെ ഇതാണ്. പണ്ടുള്ള ആൾക്കാരെ ഇത് കാണിക്കുന്നത്. ഫാൽക്കണ് ഇവിടുത്തെ മെയിനാണല്ലോ, ഫാൽക്കണ്. ഫാൽക്കൺ അനാട്ടമി.
ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പഴയ കാലത്ത് ഉപയോഗിച്ച ഓരോരോ സാധനങ്ങളാട്ടോ. ചാക്കുകള്, ഇതൊക്കെ എന്താ പുല്ലോ? ചൂടി, നാട്ടിലുള്ള ചൂടില്ലേ, കയറ്, മാങ്ങ, ചൂടി, കാരക്കാട്ടോ. ഇതൊക്കെ സാധനങ്ങൾ ഇതിൻ്റെ പുറത്ത് കൊണ്ടുപോകാം കേട്ടോ. ചായയും കപ്പും എല്ലാ സാധനങ്ങളും. ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോവാണ്, പഴയ കാലത്തുള്ളവരെ. കാരവൻ റൂട്ട്. ഇവിടുത്തെ ഭൂപടങ്ങളൊക്കെ കാണിക്കുന്നത്. കൽബ ദെയ്ദ് റൂട്ട്, ദിബ്ബ അൽ ഹിസൻ അൽ ദെയ്ദ് റൂട്ട്, റാസൽ കൈമ അൽ ദെയ്ദ് റൂട്ട്, ഷാർജ അൽ ദെയ്ദ് റൂട്ട്, ഉമ്മുൽ ഖുവൈൻ അൽ ദെയ്ദ് റൂട്ട്, ഓരോരോ സാധനങ്ങളാട്ടോ. മഞ്ഞപ്പൊടി, എല്ലാ സാധനങ്ങളും. കറാമ്പട്ട, പൂവ്, ബിരിയാണിൻ്റെ ഇത്, കുരുമുളക്, മല്ലി എല്ലാം ഉണ്ട്. പഴയ കാലത്തുള്ള കേട്ടോ, അത് പുതിയതൊന്നല്ല, പഴയതായിരിക്കും. നാരങ്ങ ഉണക്കിയത്, ഈ മറ്റേ പണ്ട് കാലത്തൊക്കെ സാധനങ്ങളൊക്കെ ഇടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണത്. കപ്പ്, ഗ്ലാസ്, മറ്റേ ചട്ടകം, പഴയ സാധനങ്ങളൊക്കെ എടുക്കും. കിച്ചണിലെ സാധനങ്ങൾ. ഭക്ഷണം ഉണ്ടാക്കും, കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത്. ഇതിൻ്റെ ആടിൻ്റെ അർത്ഥം, ആടിൻ്റെതാ.
നല്ല രസം കിട്ടും ഏതായാലും കാണാൻ. ഒരള് പണ്ടേത്തെ ഒരള്, ഇത് ഒരളൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാരാരോ കണ്ടിരിക്കുന്നോ? ഒരള് ഇവിടെയും അറബി നാട്ടിലും ഒരളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ നാട്ടിൽ മാത്രമല്ല. എല്ലാ സാധനങ്ങളും ഭക്ഷണമൊക്കെ റെഡി ആയി തോന്നിട്ടോ, നമുക്ക് കഴിച്ചിട്ട് പോവാം. അടുപ്പത്ത് എന്താ ബിരിയാണി ആയിരിക്കും, ഒട്ടക ബിരിയാണിയാന്ന് തോന്നുന്നു. വേണ്ടിയോലൊക്കെ പറഞ്ഞു കേട്ടോ വേഗം. അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആടാണോ ഒട്ടകാണോ? ആടെന്നാന്ന് തോന്നിട്ടോ ഉണ്ടാക്കുന്നേ, മാമ ഉണ്ടാക്കുന്നേ. ചിക്കനാ ബിരിയാണി ഉണ്ടാക്കുക, ദമ്മിടുകയാണത്. ഇപ്പൊ കിച്ചൺ എല്ലാവരും കണ്ടില്ലേ, ഗൾഫിലത്തെ കിച്ചണ്. ഇനി കാണാൻ പോകുന്നത് റേഷൻസ് പാൻട്രി. പണ്ടത്തെ ഓരോരോ ഇത് കേട്ടോ കാണുന്നത്. ചാക്കില് ചിരട്ട എന്തോ ആണല്ലോ. വിറക് കെട്ടാക്കി കൊണ്ടുവച്ചുണ്ടോ പണ്ടുള്ള ആൾക്കാര്. നമ്മളെ പണ്ട് നാട്ടിലൊക്കെ ഉള്ള മറ്റേ പായില്ലേ, മറ്റേ പുല്ലായി എന്നൊക്കെ പറയുന്നേ പായ്. ഇതാ ഇവിടെ ഉള്ള അറബികളൊക്കെ ലെൻറ്റിൽസ് പരിപ്പാണ് കേട്ടത്, കാണുന്നില്ല നിങ്ങളൊക്കെ? പരിപ്പ് ചുവന്ന പരിപ്പ്. ഇത് ഷുഗർ, പഞ്ചസാര, ബാർലി, ഗോതമ്പ്, റൈസ്. നല്ല ബിരിയാണി റൈസ് കേട്ടോ, ബിരിയാണി ഉണ്ടാക്കാൻ പറ്റിയ റൈസാണ്. കോഫി, വീറ്റ്, ചോളം, ചാർക്കോള്, ചിക്കനൊക്കെ ചുടാൻ വേണ്ടിയിട്ട്. പിന്നെ ചാക്കിൽ കുറേ സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, ചാക്കിൽ ഫുള്ള് സാധനങ്ങളുമാണ്. അപ്പോൾ റേഷൻ ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ. ഇനി അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായം മെൻഷൻ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം വീഡിയോസൊക്കെ കാണാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ദി മദ്ബസ. ഇനി അടുത്ത് കാണുന്നത് ഇതില്ല കേട്ടോ, മദ്ബസ. അതെന്താ കാരക്ക സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം കേട്ടോ, അതിനാണ് മദ്ബസ എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലായോ? ഇതൊക്കെ ഈ ചാക്കിൽ മൊത്തം കാരക്കാണുള്ളത്. കാരക്കൻ്റെ എന്താണ്, കാരക്കൻ്റെ നീരാണ് അടിയിൽ ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. കണ്ടെല്ലാവരും? വ്യത്യസ്ത തരം കാരക്കഥ. നഗൽ കാണുന്നുണ്ടോ? നഗൽ, ബുമാൻ, അൽനെസി, ലുലു. കാരക്കൻ്റെ പേര് ലുലു ഉണ്ടോ? ഐൻ ബുക്കാർ, ജാഷ്, ഹബാഷ്, ഷിഹാം, ജാഷ് ഫലാജ്, ബുച്ചിബാൽ,
മിസാലി. അതിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ലുലു എന്ന് പറഞ്ഞ കാരക്കഥ. ലുലു, ബുമാന്, അൽനസി, ബുച്ചിബാൽ, ഐൻബുക്കാർ, നിഗാൽ, ഇതൊക്കെയാണ് കാരക്ക. കാരക്കൻ്റെ സ്റ്റോറേജാണിത്, പണ്ട് കാലത്തൊക്കെ ഉള്ള. ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് ഇതിൽ. ഓക്കെ, കാരക്ക മരങ്ങൾ. അപ്പോൾ ഓക്കെ, അടുത്ത സെക്ഷനിൽ പോവാം. ഫോർട്ട് റിസ്റ്റോറേഷൻ. അടുത്ത് കാണിക്കുന്ന ഫോർട്ട് റിസ്റ്റോറേഷനാണ്. ഇത് ഓരോരോ ബിൽഡിങ്ങിൻ്റെ ഇതാട്ടോ. അന്ന് പണ്ട് കാലത്തൊക്കെ ഉള്ള ഓരോരോ ചെറിയ ഒരു നിലയുള്ള ബിൽഡിങ്. അതൊക്കെ വില്ല എന്നൊക്കെ പറയും പോലെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ. അന്നൊക്കെ അതിന് വേണ്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത്. കല്ല്, മണൽ കൊണ്ടുവന്ന കൊട്ട ഉണ്ടോ, മരം, വുഡ്, ചെറിയ ഓരോരോ ബിൽഡിങ്ങുകളാണത്. ഇതാ ഈ കാണിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഇതിൻ്റെ ഇത് മ്യൂസിയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് കാണുന്നത്. ഈ ഫോട്ടോൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, ഈ ബിൽഡിങ്ങിനുള്ളിൽ. ആ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഫോർട്ടിൻ്റെ റിനോവേഷൻ ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് അൽദെയ്ദ് ഫോർട്ട്. ഇത് ഫാൽക്കണ്ട ചിറകാൻ തോന്നുട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകളിലാട്ടപ്പുള്ളത്. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് താഴത്തൂടെ ഉള്ളത്. അത് കാണുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒട്ടകത്തിനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ മുകളിൽ കൂടെ ഉള്ള വയ്യാട്ടോ. ഇതൊക്കെ എല്ലാ പഴമയും നിലനിർത്തിക്കൊണ്ടിട്ടുള്ള റിനോവേഷനാണ് കഴിഞ്ഞ കേട്ടോ. ചിലയിടത്തൊക്കെ മൊത്തം പൊളിച്ച് മാറ്റും. ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാതെ ലുലു. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ടോ നിങ്ങൾ? ലുലു കാണുന്നുണ്ടോ? ആ ലുലു, ADCB ബാങ്ക്. ഇവിടെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു പാർക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാട്ടത്. ആ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. ഈ ലുലുവിൻ്റെ തൊട്ട ബാക്കിൽ കൂടെ കുറച്ച് അങ്ങോട്ട് 1 കിലോമീറ്റർ പോയാലാണ് ഞങ്ങളെ പമ്പ്. ഇത് നമ്മൾ നേരത്തെ താഴെന്ന് കണ്ടില്ലേ, എന്തോ ഒരു വെള്ളത്തിൻ്റെ കുളം എന്നങ്ങനെ പറഞ്ഞ്, എന്തോ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. എന്താണെന്നുള്ളതാണ്. വെള്ളം കൊണ്ടുവന്ന കനാലാണോ അങ്ങനത്തെ എന്തോ ആണ് ഇത്. ഒന്നും ഇതാക്കിയില്ല. എനിക്ക് ഒന്ന് വെള്ളം കൊണ്ടുവന്ന കനാലാണെന്തോ ഡൗട്ടുണ്ട്. മുറാബത്ത് അൽ ഷെയ്ഖ്. ഇവിടുത്തെ അറബികളെ വേഷമാണ് കേട്ടോ. അറബികളെ ഇതാണ് കാണിക്കുന്നത്. അവരെ ആ കാലത്തുള്ള തോക്കാണ് കേട്ടോ. കണ്ടിട്ട് AK-47 ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നവര് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മറ്റേ ഇത് കണ്ടില്ലേ, ഹോള് കണ്ടില്ലേ,
അതിലേക്കൂടെ അങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നത്. ഡിഫെൻസീവ് ആട്രിബ്യൂട്ട് ഓഫ് അൽദെയ്ദ് ഫോർട്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചാട്ടത്. ഇതിൻ്റെ പുറത്താണത്. ഭയങ്കര വലിയൊരു ഗ്രൗണ്ട് പോലെ, വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് കാണുന്നില്ല, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ? ഒരു ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഷാർജയിലേക്കും ദുബായിലേക്കൊക്കെ ബസ് കിട്ടട്ടോ. ഈ ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള ഈ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിൽ നിന്നാണ് ഷാർജയിലേക്കും ദുബായിലേക്കൊക്കെ ബസ് കിട്ടുക. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണും. പണ്ടത്തെ പണ്ടാരപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, പൈസപ്പെട്ടിയാണ് ഇട്ടത്. ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാരൊക്കെ സൂക്ഷിക്കുന്ന പെട്ടിയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനത്തൊക്കെ. ഷാർജയിലെ ഷെയ്ഖാട്ടോ കാസിമി, അബുദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ്, മറ്റേതാരാന്നറിയില്ല. ഷാർജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെറിറ്റേജ്, അൽദെയ്ദ് ഫോർട്ട്. അൽദെയ്ദ് ഫോർട്ട് 1820-ത്തെ ചിത്രാട്ടോ കാണുന്ന മുകളിൽ. ഇത് രണ്ടാമത്തത് 1905-ലുള്ള ഫോട്ടോ. അതിൻ്റെ താഴെയുള്ളത് 1937-ത്തെ ഫോട്ടോ. വെപ്പൺസ് റൂം. ഇവിടെയാണ് മറ്റേ ആയുധങ്ങളൊക്കെ, മറ്റേ തോക്കുകളൊക്കെ നമുക്ക് കാണാം. വാവ്, അടിപൊളി തോക്കാ കേട്ടോ. അടുത്ത രണ്ടാമത്തെ തോക്ക് കാലത്തുള്ള തോക്കാട്ടോ. മറ്റേ മറ്റില്ലേ പണ്ടുള്ള പീരങ്കി കേട്ടോ കാണുന്നത്. തോക്ക്, അടുത്ത തോക്ക്. ഇതെന്താ വാളാന്ന് തോന്നുന്നു കേട്ടോ. പഴയ കാലത്തുള്ള വാളുകളാ. ഇതെന്താന്ന് അറിയില്ല, എന്തോ തരായിക്കുക ചിലപ്പോൾ. അതിൻ്റെ എന്തോ ആണ്. ഏതായാലും വലിയ തോക്കാട്ടോ. കൊള്ളൂല ക്യാമറ, അത്ര വലുപ്പമുണ്ട്. വേറെ തോക്ക്. ഇത് മറ്റേ ഒരു അരയിൽ കെട്ടുന്ന തിരകൾ ഇതാട്ടോ. നമ്മൾ നേരത്തെ ചെറിയൊരു തിര കണ്ടുള്ളൂ. ശരിക്കും തോക്കിൽ ഉള്ള തിരകളാണ് കേട്ടോ. ഉണ്ടോ? തിരകളൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ടൂൾസ് മേക്കിംഗ് ബുള്ളറ്റ്. ഇതൊക്കെ തിരയൊക്കെ ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ കല്ലും പാറയും എന്തൊക്കെ ഉപയോഗിച്ചിട്ട്. ഇതൊരു അറബി തോക്കൊക്കെ ഏന്തിയിട്ടിരിക്കുന്നതാണ്.
പെർഫ്യൂം കോർണർ ആട്ടത്. അറബികൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ്. ഷെയ്ഖിൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെ കാണും കേട്ടോ. ഷെയ്ഖിൻ്റെ റൂമിൽ ഇതാണ് കേട്ടോ ഷെയ്ഖിൻ്റെ റൂം. ഷെയ്ഖിൻ്റെ റൂമിലത്തെ ഒരു ഇതാണ് ചിത്രമാണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് കാണാനൊരു ഭാഗ്യം ഉണ്ടായല്ലോ അല്ലേ. ആരാ ഷെയ്ഖിൻ്റെ റൂമൊക്കെ കണ്ടത്? ഇതാണ് ഷെയ്ഖിൻ്റെ റൂമിലെ വിസിറ്റേഴ്സിനൊക്കെ ഉള്ള ഇരിപ്പിടവും. അതിൻ്റെ വരുന്നവർക്ക് കോഫി മസ്റ്റായിട്ട് കിട്ടും. കോഫി, കജൂറ്. ഇതെന്താ നടുത്തത് മനസ്സിലായില്ല. പിന്നെ മുസഫ് വെക്കുന്ന ഇതുണ്ട്, കപ്പുകൾ ഇതൊക്കെ ഉണ്ട്. ഇവിടെയും തോക്കുണ്ട് കേട്ടോ. തോക്കിനൊരു കുറവില്ല. പിന്നെ പണ്ടത്തെ റേഡിയോ. പിന്നെ ഇതൊക്കെയാണ് പെർഫ്യൂം ഐറ്റംസൊക്കെ. ഊത് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. കോട്ടാന്ന് തോന്നുന്നതൊക്കെ. പിന്നെ അവർ ഒരു വടികൾ ഉണ്ടാകുമല്ലോ, ചൂരലിൻ്റെ വടി കാണിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഉള്ള അതേ സെയിം തന്നെ കേട്ടോ. കട്ടിലും കിടക്കയൊക്കെ നാട്ടിലുള്ളത് തന്നെയല്ലേ. ഇതന്നെയാണ് ഇവിടത്തെ ഇവർക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഷെയ്ഖിൻ്റെ ഡ്രസ്സുകൾ, തസ്ബീമാലുണ്ട്, കള്ളിത്തുണിയുണ്ട്, എല്ലാം. പണ്ടത്തെ ക്ലോക്ക് ഇതാ, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ക്ലോക്ക്. പിന്നെ മഞ്ചല്ലേ, ഇത് പെട്ടിയാണ് കേട്ടോ. ആ പെട്ടിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. പണ്ടത്തെ പെട്ടി ഉണ്ടാവില്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വല്യമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന പെട്ടികൾ, അതേ പെട്ടികളാണിതാ. പിന്നെ ഇതൊരു വലിയൊരു പെട്ടി, നമ്മൾ നേരത്തെ പുറത്ത് കണ്ടില്ലേ, ആ പെട്ടിയിലാണ് ഇതൊക്കെ ഉള്ളത്. സ്വർണ്ണങ്ങൾ എല്ലാം ഉണ്ട്. ചെരുപ്പ്, ലേഡീസിൻ്റെ ചെരുപ്പ്, ആണുങ്ങളെ ചെരുപ്പ്. ഷെയ്ഖാൻ്റെ ഡ്രസ്സാട്ടത്. ഇതെന്താന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. ഷെയ്ഖിൻ്റെ വീടിൻ്റെ പുറത്തുള്ളതാട്ടോ അത്. വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടവും അവർക്കുള്ള സാധനങ്ങളൊക്കെ തോന്നുന്നു കണ്ടിട്ട്. നല്ലൊരു കാർപ്പറ്റും സൈഡിൽ ഇരിക്കാനുള്ള സീറ്റുകളും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതെന്തോ ഒരു മുകളിലേക്കുള്ളൊരു വഴിയാണ് ഇതിൻ്റെ. അത് ലോക്ക്ഡാണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതൊരു ടേബിള്, ടേബിള്, ചെയറ്. ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ വന്നാലും ഇരിക്കാനൊക്കെ ഉള്ളത്. അതുപോലെ വിസിറ്റേഴ്സിനൊക്കെ വരുന്നവർക്കൊക്കെ ഇവിടുന്ന് കാപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കാവ വേണേൽ നമുക്കും കിട്ടും. ഇതാണ് കാവ, വിസിറ്റേഴ്സിനുള്ള കാവാണ് കേട്ടത്. നമ്മളെ ഖുർആനാണ്, പഴയ കാലത്തുള്ള ഖുർആനാണ്. ഒട്ടകങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, പഴയ കാലത്തുള്ള ഒട്ടകങ്ങൾ. അങ്ങനെ നമ്മൾ അൽദെയ്ദ് ഫോർട്ട് വിസിറ്റ് ചെയ്ത് ഇറങ്ങാണ്. 8 to 4 മണി വരെ കേട്ടോ ഉള്ളത്. പിന്നെ 4 to ഇവിടെ ടൈം കാണിക്കുന്ന ഓപ്പണിംഗ് അവേഴ്സ് സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM, ഫ്രൈഡേ 4 PM to 8 PM കേട്ടോ. അപ്പം ഓക്കെ, എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക.
വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.